ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഗ്രാസിയ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നിലവിൽ നമ്മളിപ്പോൾ വർക്കിന് കയറ്റിയേക്കുന്നത് 16,851 കിലോമീറ്ററിലാണ്. നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞേക്കണം അവർക്ക് ജനറൽ സർവീസ് ചെയ്യണം, വാട്ടർ സർവീസ് ചെയ്യണം, പിന്നെ സൈലൻസറിൻ്റെ പ്രൊട്ടക്ട് മഫ്ലർ പൊട്ടിയിട്ടുണ്ട്, അത് മാറ്റി വയ്ക്കണം. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, കമ്പനി ലൈനർ അടക്കണേ. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് ആക്കുന്നുണ്ട്. ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റുമാണ്. അതിൻ്റെ ബെയറിങ്ങിൻ്റെ ഒക്കെ പ്ലേ നമ്മൾ ചെക്ക് ചെയ്ത്, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഗിയർ ബോക്സിൽ വന്ന ഓയിലും നമ്മൾ ചെക്ക് ചെയ്തു, നല്ല ഓയിലാണ് കിടക്കുന്നത് കേട്ടോ. ബാക്കിലത്തെ ടയർ കട്ട കൂടുതലുള്ള മോഡൽ ടയറാണ്. അതുകൊണ്ട് തന്നെ വണ്ടി നമ്മൾ നല്ല റോട്ടിക്കട ഓടുന്ന സമയത്ത് വണ്ടി ബാക്ക് സൈഡിൽ നിന്ന് നല്ല രീതിയിൽ മൂളിച്ച സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. അത് പിന്നീട് മാറ്റിയിടുന്ന സമയത്ത് ഒരു കാരണവശാലും ഇങ്ങനത്തെ ടയർ ഇടാതിരിക്കുക. നമുക്ക് കമ്പനി വരുന്ന മോഡൽ സാപ്പർ മോഡൽ ടയറാണ് എപ്പോഴും നല്ലത് കേട്ടോ. ഇതിപ്പോൾ പരമാവധി ഉപയോഗിച്ച് തീർക്കുക. കുറേ കൂടി കഴിയുമ്പോഴത്തേക്കും ഇപ്പം നല്ല സൗണ്ട് ഉണ്ട്. കുറച്ച് ഓടി തേമാനം വന്നു സൗണ്ട് കുറയും കേട്ടോ. പിന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. കമ്പനി ഫിൽറ്റർ കിടക്കണേ, കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ക്ലച്ച് ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. ക്ലച്ച് ഗ്രീസിങ്ങിനായിട്ട് അയച്ചാണ്. വേരിയേറ്റർ ബോഡി ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു, നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി, കമ്പനി ബെൽറ്റൊക്കെ കിടക്കണേ, നിലവിൽ പൊട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈ ഭാഗത്തൊക്കെ ചെറിയ ക്രാക്ക് തുടങ്ങിയിട്ടുണ്ട്, എന്നാൽ മേജർ കംപ്ലയിൻ്റ് ഒന്നും ആയിട്ടില്ല. നമുക്ക് ഉപയോഗിക്കുന്നതിന് വേറെ പ്രശ്നമില്ല. ക്ലച്ച് യൂണിറ്റ് ആയാലും നമ്മളൊന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നോക്കി വേറെ ലീക്കേജ് ഒന്നുമില്ല. അതേപോലെ കാർബറേറ്ററിൻ്റെ ഭാഗം, ആ ചോക്ക് കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു, ആക്സിലേറ്റർ കേബിൾ ചെക്ക് ചെയ്തു, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ കാർബറേറ്റർ വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നും ഓടിച്ച് നോക്കുമ്പോൾ കംപ്ലയിൻറ്റ് കാണുന്നത്, നിലവിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് ഒന്നും പ്രത്യേകിച്ച് കസ്റ്റമർ പറഞ്ഞിട്ടില്ല. നിലവിൽ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കോമൺ ആയിട്ട് കംപ്ലയിൻറ്റുകളുണ്ട്. ഒന്നുമല്ല മിസ്സിങ് അല്ലെങ്കിൽ ഓവർഫ്ലോ എന്തെങ്കിലും പ്രശ്നം കാണിക്കാറുണ്ട്. അത് വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും കാണിക്കും, കുറേ കഴിയുമ്പോഴത്തേക്കും കംപ്ലയിൻറ്റ് വരും. കംപ്ലയിൻറ്റ് കാണിക്കുന്നത് വരെ പ്രത്യേകിച്ച് കാർബറേറ്ററിൻ്റെ ഭാഗത്ത് തൊടാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് നമ്മൾ അഴിച്ചിട്ടുണ്ട്. ബ്രേക്ക് ഡിസ്ക് ബ്രേക്കാണ്. ബ്രേക്ക് പാഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം ഉണ്ട്, ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ കാളിപ്പർ ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ടയറായാലും നിലവിൽ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. വീൽ ബെയറിങ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. ബാറ്ററി നമുക്ക് ഇതിൽ ഇരിക്കണം, പുതിയ ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററിയാണ്. നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. ടെർമിനൽ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടും ബാക്കും ടയർ പ്രഷർ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് മാറ്റണം, അത് മൊത്തം പൊടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ പുതിയ ഓയിലാണ് കേട്ടോ. പിന്നെ പ്രൊട്ടക്ടർ പൊട്ടിയിരിക്കുന്നുണ്ട്, അപ്പോൾ അത് മാർനേഴ്സ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. പിന്നെ അതിനകത്ത് നമുക്ക് ഈ ഹോൺ സ്വിച്ച് പ്ലാസ്റ്റിക് ടൈപ്പാണ്, ഈ സൈഡൊക്കെ മൊത്തം പൊളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ കൂട്ടത്തിൽ കിടന്ന് ചേഞ്ച് ചെയ്യാൻ ടൈറ്റും കാണിക്കണം. ഈ കവറൊക്കെ കൊളത്തി കഴിയുമ്പോൾ വന്ന കേസാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. ഒരു 55 രൂപ 60 രൂപ കണ്ട റേറ്റ് തന്നെ. അതും കൂടി എസ്റ്റിമേറ്റിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ എസ്റ്റിമേറ്റും വീഡിയോ അടക്കം വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഏകദേശം നമുക്കൊരു 5:30-6 മണിക്ക് ആവും കേട്ടോ വർക്ക് കംപ്ലീറ്റ് ആവുമ്പോൾ. കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.